കണ്ടിട്ട് പേടിയാവുന്നല്ലോ. ഇത്ര ആഹാരം കഴിച്ച പിന്നെ മനുഷ്യന് എന്തിനു കൊള്ളാം? നിനക്കത് പറയാം. ഉണ്ണലും ഉറങ്ങലും അല്ലാതെ വേറെന്ത് നേരം പോക്കാ രാമേന്ദ്ര ഇവിടെ ഉള്ളത്? പട്ടണത്തിലാവുമ്പോ സിനിമയുണ്ടാവും, നൃത്തം ഉണ്ടാവും, വേറെ എന്തൊക്കെ വിനോദങ്ങളായിരിക്കും അല്ലേ? അതെ അതെ, വിനോദങ്ങളുടെ ഒരു പറുദീസയാണല്ലോ പട്ടണം. എത്ര ദിവസമായി കണ്ടിട്ട്? ഞങ്ങൾ ഇന്ന് കറങ്ങാൻ പോവാ. ആരൊക്കെ? ഞാനും ആതിര ചേച്ചി, ശ്രുതി. എന്താവും എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടെ. ഞങ്ങൾ ആദ്യമായിട്ടാണ് 3 പേരും ഒരുമിച്ച് പോകണം അല്ലേ ചേച്ചി? ഇതുവരെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോയില്ല. ഞാനും ശ്രുതിയും പോയിട്ടുണ്ട്, ആതിര ചേച്ചി ഞാനും പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടല്ലാതെ ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടാണ് പോകുന്നത്. അതെ, ആതിര ചേച്ചി ശ്രുതിയും പോയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ 3 പേരും പോയിട്ടില്ല. അപ്പൊ ഞങ്ങളിന്ന് വിചാരിച്ചു, ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ചേച്ചിക്ക് ഇന്ന് ഓഫാണ്. അപ്പൊ ഞങ്ങൾക്ക് ജോലി കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു എല്ലായിടത്തും പോവാന്നൊക്കെ വിചാരിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങോട്ടാ പോണ്ടേന്നൊന്നും വലിയ തീരുമാനമായിട്ടില്ല. എങ്ങോട്ടെങ്കിലൊക്കെ പോവായിരിക്കും. ഇപ്പൊ മറ്റേ പ്രിയദർശിനിയില് ഫ്രീ ടിക്കറ്റ് ഒക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ പോവാലോ വിചാരിക്കുന്നു. എല്ലാം നടന്നാൽ മതി. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് പ്രിയദർശിനിയൊക്കെ കെട്ടുംപൂട്ടി വീട്ടിൽ കയറിയിട്ടുണ്ടാവും. ആ സമയത്താണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. വണ്ടി കിട്ടുമായിരിക്കല്ലോ അല്ലേ? ഞങ്ങളുണ്ടല്ലോ ഇങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് പോവാന്ന് വിചാരിച്ചത് ആതിര ചേച്ചിക്ക് സ്കിന്നിന്റെ ഡോക്ടറെ കാണിക്കാൻ പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓട്ടോ പിടിക്കാൻ വേണ്ടി കുറെ നേരം നിൽക്കണം. പക്ഷെ ഓട്ടോ ഈ സമയത്ത് നിർത്തൂലേ, അറിഞ്ഞൂടാ. ഊബർ വിളിച്ചാൽ കുറെ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചില്ല. ഇങ്ങനെ വഴി കൂടെ പോകുന്ന ഓട്ടോ കൈ കാണിച്ച് നിർത്തിയിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആതിര ചേച്ചിയും ശ്രുതിയും ഓട്ടോ എങ്ങനെ ഇതാക്കാമെന്ന് വിചാരിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചറിഞ്ഞു വിളിക്കും ഓട്ടോടി ഓട്ടോ ഇവരെങ്ങനെയാണ് ഗൈസ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഇതെടുക്കുന്ന കണ്ട് അപ്പൊ ഓടും. അതിങ്ങനെ അങ്ങനെ ചെയ്തുകൂടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ. ഓട്ടോ വിളിക്കാം. ചേച്ചി ഇവിടെ നിൽക്കണോ അങ്ങോട്ട് പോണോ? അങ്ങോട്ട് പോണോ? ഇതാണ് ട്രെയിനിന്റെ വീട്. ഇവിടെ പെയിൻ ഗസ്റ്റിനെ എടുക്കണ്ടാവോ? അമ്മേനെ നിന്നില്ലേ? ആ ഇവിടെ അല്ലേ നിന്നത്. ഇവിടെ മാവില് കൊറേ മാങ്ങ ഉണ്ടാവും. അതെ, PG for girls എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. കാണൂല. നിങ്ങൾക്ക് തന്ന മൈക്ക് എവിടെ? മൈക്ക് എടുക്കാൻ മറന്നുപോയി. മൈക്ക് ഇല്ലെങ്കിൽ ഇവിടെ ഓട്ടോയുടെ സൗണ്ടൊക്കെ കാണാനൊന്നും കേൾക്കൂല. ആണ് വേറെ കാര്യം. മൈക്ക് ഉണ്ടെങ്കിൽ എല്ലാം കേൾക്കും. എന്താണ് ചേച്ചി വഴി പറഞ്ഞു ചേച്ചി ചോദിച്ചു പോവാ. അങ്ങനെ എത്തി. കൊറേ നേരമായി വിചാരിച്ചു ബസ്സൊക്കെ കഴിഞ്ഞ് അങ്ങ് എത്തി. ആദ്യ ചേച്ചി വേറെ വഴിക്കൊക്കെ പോവാൻ നിൽക്കുന്നു. ഇവിടെ വന്നപ്പോ ടേസ്റ്റ് അത്യാവശ്യം പ്രൈസാണ്. ഇവര് മിണ്ടൂല. മൈക്ക് കൊടുത്തിട്ട് ഇവർക്ക് ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ഗൈസ്. അതുകൊണ്ട് ഇവരെ വ്ളോഗിൽ തലയാട്ടും. അതെ, സൗണ്ട് ഒന്നും ഉണ്ടാവൂല. സൗണ്ട് എന്റെ മാത്രം. ഈ വഴി ഞാൻ വന്ന് പഠിച്ചതാ. ഇനി ഈ വഴിക്ക് പോണം. എല്ലാം എനിക്കറിയാം. അവിടെയാണ് എൻട്രൻസ്. ഈ കാർ പാർക്കിന്റെ വന്നിട്ടുള്ള എൻട്രൻസ് ആണ്. അതെപ്പോഴും ഉണ്ടാവും. ഞാന് റെക്കോർഡ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഒരു മാനസിക വിഭ്രാന്തിയോ അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഞങ്ങൾ സമാധാനപ്പെടണം. നമുക്ക് ഇതിൽ കയറി നോക്കാം. വാ 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 വാ. ചേച്ചി അത് മറ്റേ ഇതെന്ന് തോന്നുന്നു, ക്രോപ്പ് ടോപ്പ് എന്ന് തോന്നുന്നു. ക്രോപ്പ് ടോപ്പ് ആണ്, പക്ഷെ എനിക്ക് സൈസ് ചെറുത്. മീഡിയം ഓക്കെ ആയിരിക്കും. വെച്ച് നോക്ക് ശ്രുതി, എടുത്ത് വെച്ച് നോക്ക്.
നോക്ക്. കൊള്ളായിരിക്കും. ആണോ? ഇത്തിരി വലുതുണ്ടാവും. ലാർജ് മതിയാവോ? ഇട്ട് നോക്ക്. ആ മതി, ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ എടുക്കാൻ നോക്കട്ടെ. ഏത് നോക്കുമെടാ നമ്മൾ? എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഡ്രസ്സ് എടുക്കാനേ അറിഞ്ഞൂടാ. ഞാൻ വന്ന് നോക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഹായ്, ഇത് കൊള്ളാമല്ലേ? പക്ഷെ എന്നോട് ടീഷർട്ട് ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെ ഇടാൻ പറ്റുമോ എനിക്കറിയില്ല. നോക്കട്ടെ. അയ്യോ, കൊള്ളാമോ? കൊള്ളൂല. അയ്യോ, ഞാൻ എടുത്ത സ്ഥലം മറന്നുപോയി. ആ ചേച്ചി ദൈഷയുടെയാണോ? ഇതെന്ത്? അവിടെ തന്നെ വെച്ചോ, നമുക്ക് അറിയൂല. ആ അഞ്ചാമത്തെ ഒമാന്റെ കുട്ടി കഴിച്ചു. നമുക്കെല്ലാം നോക്കാം, നോക്കിട്ട് പോയാൽ ഉദ്ദേശിച്ചോ? ഒരെണ്ണം കൂടി ട്രൈ ചെയ്യാൻ എടുക്കണം. അത് ഏതെടുക്കണം ആലോചിക്കണം. നല്ല എടുക്കാം. കൂടി നീ ഒരെണ്ണം കൂടി എടുക്കണേ. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സെറ്റായിരിക്കും. കൊള്ളാം, പക്ഷെ നമുക്ക് ലൂസായിരിക്കും തോന്നുന്നു, വലുതായിരിക്കും തോന്നുന്നു. നിങ്ങൾ വെച്ച് നോക്കുമ്പോ എനിക്കൊരു ലൂസായിട്ട് ഇടുന്ന സാധനമാണെന്ന് തോന്നല്ലേ? അറിഞ്ഞൂടാ. ഡ്രസ് എടുക്കുന്ന എന്റെ വിദ്യാഭ്യാസം ഇല്ലായ്മയാണ് ഇപ്പൊ കണ്ടുപിടിക്കുന്നത്. ചേച്ചി, ഈ ചേച്ചി ഞാൻ ഓരോരോ സാധനം എടുത്തിട്ട് എനിക്ക് വയ്യ. ഹായ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇത് കൊള്ളാമോ? നോർമലായത് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ഇതും കൂടി ഇട്ടോ കല വെറുതെ. ഇതും കൂടി ഇട്ടോ. പോയിട്ട് വരാം, ഞങ്ങൾ പോയിട്ടിട്ട് വരാം. ഡൈസോയാ? നമുക്ക് പോവാം. അതെനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? അതെ, നമ്മളൊക്കെ സാധാരണക്കാരല്ലേടാ, അല്ലേടാ? ഇനി പോവാം. ആ സാരം മൈക്കൊക്കെ അവിടെ ഉണ്ടാവട്ടെ. മൈക്ക് വെക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഒരു അനുസരണയില്ല ഗൈസ്. ഇവരെടുക്കുന്നത് വെക്കുന്നില്ല. സംസാരിക്കാൻ വയ്യ. ഓ, എനിക്ക് വയ്യ അവളെ കൊണ്ട്. ഇനി എങ്ങോട്ട് പോവും? അല്ല, നമ്മള് ചെല്ലുമ്പോ കാണൂല എന്നാണ് എന്റെ ഒരു പറയേണ്ടത്. കഴിച്ചിട്ട് പോവാം. നമുക്ക് ഡൈസോ കണ്ടുപിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എല്ലാം തിന്നാൻ വാങ്ങാം. ഹൈപ്പർ മാർക്കറ്റിൽ കഴിക്കാനുള്ള സാധനങ്ങൾക്ക് വില കുറവായിരിക്കും. അവിടുന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് മുകളിൽ കൊണ്ടുവരുന്ന് തിന്നാം. ഓക്കെ ഓക്കെ. ആൾക്കാർ എനിക്ക് വർത്താണെന്ന്. എനിക്കൊരു പബ്ലിക് ഫിയർ ചെറുതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ വിടില്ല ഞാൻ. എല്ലാരും ഇങ്ങനെ തന്നെയാണെന്നാണ് എന്റെ ഒരു ധാരണ. എന്നാണ് നോക്കണ്ട, എനിക്കൊരു നാണമില്ല. അതെ, എന്ത് ആതിര ചേച്ചിക്ക് വയ്യാന്ന്. സാരി ഒരു സാരി ഓണായി. സാരി സാരി സാരിയേ സാരി സാരിയേ. പക്ഷെ നല്ല തീവണ്ടി ഓടുന്നു. എന്റെ ക്യൂരിയോസിറ്റി ഇതും കണ്ട്. അയ്യോ, കൊച്ചു അതിന്റെ ഒപ്പം ഓടുന്നത്.
ഇത് പറയുന്ന പോലെ അതിലിരുന്ന് പോകാൻ പറ്റാത്തവര് അതിന്റെ ഒപ്പം ഓടുക, അത്രേ പറ്റുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അതൊക്കെ നടക്കുള്ളൂ. ഞങ്ങളുണ്ടല്ലോ ആതിര ചേച്ചിയുടെ ജപ്പാൻ ഐറ്റംസ് കാണാൻ എവിടേക്കാ വന്ന് ഡാസിയോയോ ഡൈസോ ക്ഷമിക്കണം ഡൈസോ അറിയില്ല, അതുകൊണ്ടാ വിദ്യാഭ്യാസ കുറവുണ്ട്. അതെ, ഇത് മറ്റു സാധനം ന്യൂഡിൽസ് തിന്നുന്ന സാധനം എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എനിക്കിതൊക്കെ മാറ്റരു കൊള്ളാം. ക്യൂട്ട് ക്ലാസ് സ്റ്റാർ ലഞ്ച് ബോക്സ് ഒക്കെയാണ് കണ്ട. ഞാനിതൊക്കെ വീഡിയോയില് മറ്റേ ജപ്പാന്റെ വീഡിയോയില് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ കൊള്ളാം. ടിഫിൻ ബോക്സ് ജപ്പാൻ ടിഫിൻ ബോക്സ് ആണോ? വഴി ബ്ലോക്കായി, എല്ലാം കാണാം. ഹായ് കുട്ടി കൊള്ളാം. ഇത് പൊട്ടാ ഗിൽറ്റി ആയിരിക്കും. പൗച്ചൊക്കെ ഉണ്ട്, നമ്മുടെ ഐപാഡൊക്കെ ഇടാൻ പറ്റുന്ന പൗച്ച്. ഐപാഡല്ല, ഇത് വേറെന്തോ സ്റ്റോറേജ് ആണ്. വാച്ചൊക്കെ ഇട്ട് വയ്ക്കുന്ന പൈസ, കുറെ സ്റ്റോറേജ് അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ജപ്പാൻ ഐറ്റംസ് ആണ്. ഹാ കൊള്ളാല്ലേ. ഹാൻഡ് ബാഗ്, ക്യൂട്ട് പ്രൈസ് എല്ലാം. എനിക്കിതൊക്കെ കാണുമ്പോ എല്ലാം വാങ്ങണമെന്നുണ്ട്, പക്ഷെ ഞാൻ വാങ്ങുന്നില്ല. എനിക്ക് വാങ്ങാനുള്ള പൈസ ഇല്ല, അതുകൊണ്ട് അതൊന്നും വാങ്ങില്ല. കൊള്ളാം, എല്ലാം കൊള്ളാം, നല്ല രസമുണ്ട്. സോക്സ്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ, പാത്രങ്ങൾ, കുറെ സാധനങ്ങളുണ്ട്. ആതിര ചേച്ചി സാധനം കളിച്ചിട്ടുണ്ട് ഇപ്പൊ. ഡൈനോ കുട്ടി കടിച്ച് ഞാനും ചേച്ചി ഞാനും. ഇത് എന്ത് ഷാർക്ക് ഇത് ഷാർക്ക് അല്ലേ? പിന്നെ എന്ത് ക്രോക്കോഡൈല ആണോ? ആ ചേട്ടൻ വരെ എന്നെ കളിക്ക് തുടങ്ങി. ഹാങ്ങർ എന്തിനാണ് ചേച്ചി ഹാങ്ങർ? ഒക്കെ കൊള്ളാം. കൊറേ സ്റ്റോറേജ് അങ്ങനത്തെ കൊറേ സാധനം. ചവിട്ടിയൊക്കെ ഉണ്ട്, വേണ്ടവരൊക്കെ വന്ന് വാങ്ങുക, അത്രേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ചു. ഇതിൽ സൗണ്ട് കേൾക്കൂല മൈക്കൊക്കെ കളഞ്ഞ്. അതാ ഫുഡൊക്കെ വാങ്ങിച്ചു. ഫുഡ് കഴിച്ചു. പിന്നെ ഫുഡ് കഴിക്കാൻ ഉറങ്ങാം. ഇത്ര വീഡിയോ ഉണ്ടാവുള്ളൂ കാരണം. എന്നാ പിന്നെ ഹോസ്റ്റലെ പറ്റി കാണാം. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ